നമസ്കാരം. ആമസോൺ പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. നിമിഷ സജൻ, റോഷൻ മാത്യു, ദിബ്യേന്ദു ഭട്ടാചാര്യ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പോച്ചർ. സംവിധാനം ചെയ്തിരിക്കുന്നത് റിച്ചി മേത്തയാണ്. എഴുത്തിൽ ഗോപൻ ചിദംബരവും പങ്കാളിയായിട്ടുണ്ട്. 8 എപ്പിസോഡുകളാണുള്ളത്. 2015 നടക്കുന്ന കാര്യങ്ങളാണ് ഈ സീരീസിൽ പ്രതിപാദ്യ വിഷയമാകുന്നതും. ഏകദേശം 18ഓളം ആനകളെ കാട്ടിൽ വെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അറിയുന്നതും ഇതിൻ്റെ പിറകിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നറിയാനുള്ള ഒരു അന്വേഷണം കൂടെയാണ് പോച്ചർ എന്ന സീരീസ് എന്ന് പറയാം. സംഭവങ്ങളെയും അതിൻ്റെ വിശദാംശങ്ങളെയും പരിഗണിക്കുമ്പോൾ റോ ആയി തന്നെയാണ് സീരീസിൽ സംഭവങ്ങളെ ഉടനീളം പരിഗണിക്കുന്നത്. ഒരു വശത്ത് ഒട്ടേറെ പോസിറ്റീവുകൾ പറയാനുള്ളപ്പോഴും ഒരു വലിയ നെഗറ്റീവായി തോന്നിയ കാര്യം കൂടിയുണ്ട് സീരീസിൽ. ആനവേട്ട അതിലെ കണ്ണികളായിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നതാണ് സീരീസ് പറയുന്നത്. ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെയുള്ള ആളുകളെ കണ്ടുപിടിക്കാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമുള്ള കുറച്ച് പേരുടെ ശ്രമം. അത് കഥ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഓരോ ഘട്ടങ്ങളിലും അവർ നേരിടുന്ന പ്രതിസന്ധികൾ, അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത്, അതിനിടയിൽ പുതിയ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയായി എൻഗേജിംഗ് ആയി തന്നെ കഥ കൊണ്ടുപോകുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ചോളം സീരീസിൻ്റെ അവസാനത്തെ 2 എപ്പിസോഡുകളാണ് നല്ല ത്രില്ലിംഗ് ആയി അനുഭവപ്പെട്ടത്. ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടുന്ന സാഹചര്യം തന്നെയാണ്. തീർച്ചയായും അതുവരെയുള്ള എപ്പിസോഡുകളിലൂടെ കൊണ്ടുവന്ന കാര്യങ്ങൾ തന്നെയാണ് അവസാന എപ്പിസോഡുകൾ ത്രില്ലിംഗ് ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതും. പിന്നെ എടുത്തു പറയുന്ന കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ബിൽഡ് ചെയ്യുന്നതും അതിലേക്ക് കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നതുമാണ്. അതിലെ മൊത്തത്തിലുള്ള ഡീറ്റെയിലിംഗ് എന്നുള്ളത് കൊള്ളാമെന്ന് തോന്നി. ആ ഒരിടത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുമുണ്ട്. പ്രകടനത്തിലേക്ക് വന്നാൽ എല്ലാവരും നന്നായി തന്നെ അവരുടെ റോളുകൾ ചെയ്തു എന്നാണ് തോന്നിയത്. നിമിഷ സജയനാണ് സീരീസിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആ കഥാപാത്രത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ കിടലിനായി തന്നെ നിമിഷ സജയൻ ചെയ്തിട്ടുണ്ട്. ഈ ടെൻഷൻ, ദേഷ്യമൊക്കെ കൺവിൻസിംഗ് ആയി തന്നെ ആ കഥാപാത്രത്തിൽ ക്യാരി ചെയ്തു പോകുന്നുമുണ്ട്. ആകെ ഒരു പ്രശ്നമായി തോന്നിയത് ചിലയിടങ്ങളിലെ സംഭാഷണങ്ങളാണ്. മലയാളം എന്നുള്ളത് ലൈവായി ഫീൽ ചെയ്തില്ല. റോഷൻ മാത്യു നല്ല രസമായി തന്നെ ആ കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. സംഭാഷണങ്ങൾ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. ലൈവായി തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ദിബ്യേന്ദു ഭട്ടാചാര്യയും തൻ്റെ റോൾ നീറ്റായി തന്നെ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമകളിൽ പരിചിതമായ ഒട്ടേറെ പേര് ഈ സീരീസിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവരുടെ റോളുകളോട് നീതി പുലർത്തി എന്ന് തന്നെ പറയാം. VFX വർക്കുകളൊക്കെ നല്ലതായിരുന്നു. ആനയുമായി ബന്ധപ്പെട്ട് വരുന്ന സീനുകളൊക്കെ ഇമ്പാക്റ്റ് ഉള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ അന്വേഷണത്തിനൊപ്പം സീരീസ് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾക്കും ഒരു ഫീല് മൊത്തത്തിൽ നൽകാൻ സാധിക്കുന്നുണ്ട്. റോഷൻ്റെ കഥാപാത്രത്തിൻ്റെ ഫാമിലി ലൈഫ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഫാമിലി മാൻ എന്ന സീരീസ് ഓർമ്മ വന്നു, ചില സിമിലാരിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ. അപ്പോഴും പോസിറ്റീവായി തോന്നിയ കാര്യം ഈ കുടുംബത്തിലെ സംസാരത്തിനിടയിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഓർഗാനിക്കായി തന്നെ സീരീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു പ്രധാന പ്രശ്നമായി എനിക്ക് തോന്നിയത് സംഭാഷണങ്ങളാണ്. മിക്ക കഥാപാത്രങ്ങൾക്കും അത് നോക്കി വായിക്കുന്ന ഒരു ഫീലായിരുന്നു. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഭാഷയെ ഉപയോഗിക്കുന്നില്ല പലയിടത്തും എന്നുള്ളത് ഒരു കാര്യമായ പ്രശ്നമായിട്ട് തന്നെ തോന്നി. റോഷൻ്റെ കേസിൽ മാത്രമാണ് അതിൽ ഒരു പരിധിവരെ മാറ്റം കാണാൻ സാധിച്ചത്. മലയാളമാണ് പ്രധാന ഭാഷയായി വരുന്നത്. അപ്പോഴും ആ ഭാഷയുടെ സാധ്യതകളെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാം. ഈ ഒരു പ്രശ്നം തോന്നിയെങ്കിലും അതിനപ്പുറം കാണണം എന്നതിന് കാരണമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. ആമസോൺ പ്രൈം വീഡിയോയിലാണ് സീരീസ് സ്ട്രീം ചെയ്യുന്നത്. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.